അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എഗെയിൻ നമ്മൾ കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട് പോകുന്നത് വേറെ ഒന്നിനല്ല, ഇന്ന് എല്ലാവരും കൂടി സ്റ്റേഡിയത്തിൽ കൂടാ എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ചെക്കന്മാർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട്. എല്ലാവരും ഇല്ല, ഒന്ന് രണ്ട് ആൾക്കാർ ഷോർട്ടാണ്. പല ആൾക്കാരും പല കളവുകളും പറഞ്ഞു കണ്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ചിലവർ പെരുന്നാൾക്ക് ട്രിപ്പ് പോയി, ആ ട്രിപ്പിന് എനിക്ക് ചില സാങ്കേതിക തകരാറ് മൂലം സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം പോകാൻ പറ്റിയില്ല. പക്ഷേ അതിനൊക്കെ എന്താ പറയുക, ഒരു മറുപടി എന്നോണം ഈ ഒരു ഇതിന് ഞാൻ തന്നെ മുൻകൈ എടുത്ത് മുന്നേക്ക് പോവുകയാണ്. പക്ഷേ ഇതിൽ ചില ആൾക്കാർ വരാമല്ലോ കേട്ടോ, ഓൽക്കുള്ള മറുപടി നമുക്ക് പിന്നെ കൊടുക്കാം. അപ്പോൾ ഏതായാലും നജ്മ സാർ റെഡി ആയിക്കണേ, ഞാനും റെഡി ആയിക്കണേ. നമുക്ക് പോണ വഴിക്ക് അനിയന് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. അനിയന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എന്തൊക്കെയോ ഐറ്റംസ് റെഡി ആക്കി വെച്ചിരിക്കണം അവിടെ. മാംസ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഉമ്മ ചോറൊക്കെ പൊയിഞ്ഞിട്ടിരിക്കണം അഞ്ചന് കൊടുക്കാൻ. ഒരു അന്തമുട്ട തൽക്കണിയും ബനിയ ഇതെന്താ ബെഡ്ഷീറ്റും പഴയ തൽക്കണിയൊക്കെ ഉണ്ട്. കാരണം അനിയനുള്ളത് കോഴിക്കോട് ഹോസ്റ്റലിലാണ്. ഇതൊക്കെ വണ്ടി കയറ്റിക്കുക, ഹോസ്റ്റലിലാണ്. എന്നാ ചാവി. അപ്പോൾ അനിയന് പോണ വഴിക്ക് സാധനമൊക്കെ നമ്മൾ കൊടുക്കണം. തുറക്ക്, ചാവി വെച്ച് തുറക്ക്. അങ്ങനെ തുറയില്ല, ഡിക്കിലൊക്കെ ഉണ്ടേ വേണ്ട. ഓക്കെ, അപ്പോൾ ഏതായാലും നജ്മ സാർ നടക്കുന്നുണ്ട് കേട്ടോ. നജ്മ സാർ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഫുഡ് മാറിയരുത് കേട്ടോ. ആ ഏതായാലും മാറിയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പോകാൻ റെഡിയായി. നജ്മ സാർ ഔട്ട്ഫിറ്റ്, നജ്മ സാർ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് അതിൻ്റെ പൊലിവിലാണ്. ഡ്രസ്സ് എടുത്ത പൊലിവിൽ നജ്മ. പിന്നെ ഈ പാൻറ് ഉണ്ടല്ലോ നിങ്ങൾ, ഈ പാൻറ്റിൻ്റെ യഥാർത്ഥ അവകാശി ആക്ച്വലി ഞാനാണ് ഗൈസ്. ഇവളെന്ത് കാട്ടിയാണ്, ഞാൻ നല്ലൊരു പാൻറ്റ് പോയിങ്ങാണ്ട് വാങ്ങിയാണ്ട് ഞാൻ സൈസൊക്കെ ആക്കി കൊണ്ടുവന്നു കേട്ടോ. നജ്മ എന്താ ഇട്ടിരിക്കണേ, അതിൻ്റെ ടാഗും കൂടി പൊട്ടിച്ചില്ല. അപ്പോത്തിന് ഓളെ സ്വന്തമാക്കി. എനിക്കൊരു ഒറ്റ വട്ടം ഇടാൻ കിട്ടിയിട്ടില്ല ഈ പാൻറ്റ്, ഒരു ഒറ്റ വട്ടം. ഇതിപ്പോൾ ഓളെ സ്വന്തമാക്കി, അത് ഇഞ്ഞിച്ച് കിട്ടൂല എന്ന് പറഞ്ഞത്. എന്താ ചെയ്യുക, ഇങ്ങനത്തെ ഭാര്യമാരുണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ പാൻറ്റും നിങ്ങളെ കുപ്പായൊക്കെ അടിച്ചു മാറ്റുന്ന ഭാര്യമാർ. എൻ്റെ ഭാര്യ അങ്ങനെയൊക്കെയാണ്. എന്താ ചെയ്യുക, രാവിലെ നീച്ചാൽ എൻ്റെ ഉറക്കം സ്വീപ്പാക്കുക, പിന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൊടുന്നാൽ എൻ്റെ ഡ്രസ്സ് ഇട്ടു പോവുക. അതൊക്കെയാണ് എൻ്റെ ഭാര്യൻ്റെ ആനന്ദം. ഏതായാലും കോഴിക്കോട് പോയോക്കട്ടെ. ചെക്കന്മാർ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് എത്താൻ നടക്കുന്നത്. എല്ലാവരും പല തിരക്കിലാണ്. ജിംഷാനും വർക്കുണ്ടെന്ന്, മിക്കിക്കും വർക്കുണ്ട്, അർഷിക്കും വർക്കുണ്ട്. പക്ഷേ എല്ലാവരും അവനവൻ്റെ ഏർപ്പാടുകൾ ഒതുക്കിങ്ങാണ്ട് പരിപാടി അറ്റൻഡ് ചെയ്ത് നേരെ അങ്ങോട്ട് എത്തുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാം ഞങ്ങൾ പോയി വരട്ടെ. ഓക്കെ, ടാറ്റാ ടാറ്റാ. അതിൻ്റെ സഞ്ചി കേട്ടാ, എൻ്റെ സഞ്ചി. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അല്ല, പൂച്ചാവത്ത് കയറിയണോ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയി ഗായ്സ്. നജ്മ ടാറ്റ കൊടുക്കൂ. ഓഫ്, ഭയങ്കര വെയിറ്റ് ആണല്ലോ എനിക്ക്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചാടയാണല്ലോ. എന്നാൽ പോവുക, വണ്ടി എടുക്കട്ടെ കേട്ടോ. വണ്ടിയൊക്കെ ആകെ കുളിപ്പിച്ചാൽ നമുക്ക് ഈ വണ്ടിയൊക്കെ ഒന്ന് കേൾക്കി തന്നൂടെ? ആരെങ്കിലും ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴോ? എന്നാൽ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. എന്താ ചെയ്യുക, ഒരു ഡ്രസ്സ് ഇട്ടാൽ അപ്പോൾ ഫോട്ടോ എടുക്കണം. എന്നാൽ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താണ്ട് യാത്ര തുടരട്ടെ. ഓക്കെ ഗായ്സേ, അപ്പോൾ നമ്മൾ എന്താണ് പേരിൽ നിന്ന് ഇറങ്ങി യാത്ര തുടരുന്നു. എന്താണെന്നറിയില്ല, മിഞ്ഞാന്നും സെയിം സിറ്റുവേഷൻ തന്നെ. അതായത് ഇടവണ്ണം അങ്ങോട്ട് കഴിഞ്ഞോട് കൂടി പെരും മഴ. നമ്മളെ നാട്ടിലാണെങ്കിൽ നല്ല കൊട്ടം വെയില, മഴൻ്റെ ഒരു ലക്ഷണമല്ല. എന്നിട്ട് ഇടവണ്ണെന്ന് കോഴിക്കോട് എത്തോളം മഴ ഇനി ഇന്നും എനിക്ക് തോന്നുന്നു സെയിം സ്ഥിതിഗതികളാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ നജ്മൻ്റെ ഒരു പ്ലാൻ നടക്കില്ല. അവള് അപ്പണ്ട് പറയണേ നമുക്ക് സൺസെറ്റ് കാണണം എന്നൊക്കെ. സൺസെറ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സണ്ണിനെ ഞാൻ വേറെ എവിടെയും പോയി കൊണ്ടുവരേണ്ടി വരും. എന്തായാലും സൺസെറ്റ് കാണാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നജ്മ സാർ സൺസെറ്റിന് വാട്ടം പിടിച്ചണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ലൈമറ്റ് പ്രതികൂലമാണ്. നജ്മക്ക് സൺസെറ്റ് കാണാനുള്ള ഒരു വകുപ്പും പഠിച്ചവൻ തരുന്നില്ല എന്നാണ്. എന്താണ് പ്ലാൻ ബി? എന്നാൽ കൂന്തൽ നിറച്ചെങ്കിൽ കൂന്തൽ നിറച്ചത്. പിന്നെ തിന്നാനായതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ആര് പിടിക്കാം നോക്കാം. എന്താവും സാഹചര്യം അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. അവിടെ എത്തിയാലേ സംഗതി മനസ്സിലാവും. ഓ, ഇവൻ്റെ മയത്ത് ഡിസ്ക് ചങ്ങായിമാരുണ്ടോ, വെള്ളത്തിൽ കൂടെ തെറിപ്പിച്ച് ഇങ്ങനെ പോകും. പൊലിവ് ഞാനതിൻ്റെ ആളാ വേണ്ട പറഞ്ഞാണ് കേട്ടോ. അവിടെ ഒഴിഞ്ഞ് സെല്ലിൻ്റെ ഏരിയയിൽ പോകാതെ വെള്ളം തെറിപ്പിച്ച് കൊടുക്കാം. ഡിസ്ക് ചങ്ങായിട്ടോ, ഇപ്പുറത്ത് കൂടെ പോയാൽ മതി. പക്ഷേ ആ വെള്ളം തെറിപ്പിച്ച് പോകുമ്പോൾ ആ ഒരു ത്രില്ല ഏതായാലും പതുക്കെ ഇങ്ങനെ പോയോക്കട്ടെ. മഴയാണ്, എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുക. ഏതായാലും കോഴിക്കോട് എത്തിയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ചെറുക്കനെ കോഴിക്കോടങ്ങാടി വന്നാൽ ബോർഡുമ്പോൾ ചിറിച്ച് കളിച്ച് നിൽക്കണം അങ്ങനെ കാണാം എല്ലാ മൂലൊക്കെ കൂടി. അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്.
ഉള്ളത് കൂടി വണ്ടി എടുക്കട്ടെ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആൾക്കാരുടെ അടുത്ത് നല്ല ഫിറ്റ്. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി ചായക്ക് വേറെ സർവത്ത്, ഒരു ലോഡ് കടി, ഇതാ കളിച്ച് പറഞ്ഞാൽ കൂന്തോളം നിറച്ചത്. ഓവർ ഹൈപ്പിനുള്ള സാധനമൊന്നുമില്ല, എന്തായാലും വാങ്ങിക്കണേ. ബീച്ചിൻ്റെ വൈബിലും മുഖത്താറിലും ഞാൻ ചായ ഇങ്ങനെ കുടിക്കാം. അപ്പം ചായയുടെ കഴിഞ്ഞാണ്ട് ബോസ് കടൽ കാണാൻ ഇറങ്ങിക്കോ. കടലമ്മ കൊണ്ടുപോകണം നോക്കോട്ടോ. കടലമ്മ കരഞ്ഞല്ലേ പറ്റുമെന്ന് പറഞ്ഞ വേടം. നല്ല പേടിയുണ്ട് ഗായ്സ്. കല്ല് ചവിട്ടുമ്പോ നോക്കി ചവിട്ടണേ. പിന്നെ അധികം തിരമാല അടിച്ചിട്ടാ തിരിഞ്ഞോടുക. ഞാൻ എന്റെ ജീവൻ കഴിച്ചില്ലേക്കോ, എന്റെ ജീവൻ കഴിച്ചില്ലേക്ക. ഇങ്ങോട്ടൊക്കെ വരുമോ? ഇല്ല ഇങ്ങോട്ട് വരുന്നില്ല. സംഗതി സാറേക്കണേ. എന്തൊക്കെ പറഞ്ഞാലും കോഴിക്കോട് അങ്ങാടിയും മുഖതാറത്തെ ചായയും കടിയും അതിനൊക്കൂല മക്കളെ. നോക്കിയാ നമ്മളെ ഞാൻ തുറിഞ്ഞാല് കയറാൻ പോകുന്നുണ്ടോ? ധൈര്യം ഉണ്ടോ? അത് ശരി. പാത്താമുട്ടുണ്ട് വലിയൊരു ഇടങ്ങേറ്. പാത്താമുട്ടുണ്ട് മീൻസ് മൂത്രയ്ക്കാൻ മുട്ടുണ്ട്. മലപ്പുറത്തെ ഭാഷ കേട്ടോ ഗൈസ്. യൂറിൻ പാസ് ചെയ്യാനുണ്ട്. യൂറിൻ പാസ് ചെയ്യാനുണ്ട്. വൈഡ് ആംഗിളിന്റെ ആകെ ബീച്ചൊരു ബ്യൂട്ടി തന്നെ. ഞങ്ങൾ കാനഡയിൽ ബീച്ചില്ലേ. ബീച്ച് പറഞ്ഞാല് അത് ബീച്ചല്ല, മനസ്സിലായോ? ആക്ച്വൽ ബീച്ചല്ല, എന്നാൽ ബീച്ച് എന്ന് പേരുള്ള കുറെ സംഗതികളുണ്ട്. ഓക്കെ, നെജുമൊന്ന് മെയിൻ അതിൻ്റെ ഇടയിൽ കൂടെ കജ്ജ കിട്ടാണ്ട് വണ്ടി കജി എന്താ ചെയ്യാ? എന്തേലും പറയണ കേക്കുണ്ടാവോ? കാറ്റടിച്ചിട്ട് കേക്കുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ ഔട്ട് നോക്കുമ്പോഴേക്കാരം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല, ആകെ ഡീസ്കായി പോകും ഗൈസ്. ഞാനും ഇജും ബീച്ചും ഞങ്ങൾ ഇനി മീൻ പിടിച്ചാൽ പോകുന്നുണ്ട് ബീച്ചിക്ക്. ഞാനും ഹാനാനൊക്കെ പ്ലാൻ ഇട്ടിരിക്കണം. കാര്യത്തില് നമ്മളൊരു ടീമിന്റെ ഒപ്പം ഓല് കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കണേ. ഇജോ അത് പെണ്ണുങ്ങളാരില്ലാതെ ആക്ക് പേടിയാണേ. മുറുക്കെ കുടിച്ചിട്ടുണ്ട് കച്ച് പേടിയാണ്. അന്ന വേണമെങ്കിൽ ഈ കടല് കൊണ്ടേക്കോട്ടെ. ഞാനൊക്കെ പറഞ്ഞ നല്ല ചെറുക്കനാണ്. ഇന്ന കടലുണ്ടായ നാടിന് നഷ്ടമാണ്. അന്ന പറഞ്ഞാല് ആർക്കും വലിയൊരു ഇതൊന്നും ഇല്ല. തിരമാല തിരമാല വരുന്ന വരവ് കണ്ട ഇതൊക്കെ വരുന്ന ശരിക്കും പേടി കേട്ടോ. ആ തിരമാല എങ്ങനെ ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തില് ഏറ്റവും പേടിക്കേണ്ട ഒരു സാധനം സത്യത്തില് വെള്ളം. വെള്ളം ഒരു പരിധിയിൽ കവിഞ്ഞ് വെള്ളം വന്ന മനുഷ്യന്റെ അവസ്ഥ എന്താ ചിന്തിച്ചു നോക്കാം. അല്ല ഇത് കുറച്ച് കേറി വരുന്നുണ്ടോ? ഒരു പേടി. ഇതിന്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞുട്ടോ. വെടിയും പോകിയും തീരുവേ. നമുക്ക് യന്ത്രഞ്ഞാൽ കയറാൻ പോയാലോ? കൂടുതൽ ഇരുട്ടേ കഴിഞ്ഞാൽ ചിലപ്പോ ഇരുട്ടഴിഞ്ഞാൽ രസേ കയറാം. ഈ കടലിന്റെ ഭംഗി, കടൽക്കാറ്റ് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാലേ മോകം കെട്ടി കൊങ്ങും. കടൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാല് അതറിയില്ല, ആസ്വദിക്കാൻ. ഇത് ഈ മാന്തലായിട്ട് എനിക്കൊരു ബന്ധമല്ലേ. ഓള് ചോറി ഉണ്ടായിരുന്നാണ്ട് മാതി മുറിയൊക്കെയാണേ. അത് എനിക്കറിയില്ല കേട്ടോ. അതായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഇവിടുക്കുണ്ടോ ഏന്തറിഞ്ഞാൽ കയറണ്ടോ? ഞാൻ വന്നിട്ട് കരുതുന്നു. അന്ന് ഞാനും നബീല വന്നപ്പോഴാണ് ഇപ്പോൾ കണ്ടത് ഞാൻ. കാരണം ഞാൻ ലാസ്റ്റ് നാട്ടിലേക്ക് പോണ സമയത്ത് ഏന്തറിഞ്ഞാലൊന്നും ഇല്ല കേട്ടോ. കോഴിക്കോട് ബീച്ചിൽ ഇപ്പം ഏന്തറിഞ്ഞാലൊക്കെ ഉണ്ട്, വൺ സെറ്റപ്പ്. അപ്പോൾ എനിക്കൊരാശയാണ് പെരിയ ആശയായി എന്തിന് ഏന്തറിഞ്ഞാൽ കയറാൻ. അപ്പോൾ ഇനി പെണ്ണുങ്ങളുണ്ടായോണ്ട് പെണ്ണുങ്ങൾ പേടിച്ച് തോർന്നത് കാണാം ഏന്തറിഞ്ഞാൽ കയറിയാണ്ട്. അപ്പൊ ഏതായാലും ഏന്തറിഞ്ഞാൽ കയറാം. പോവാ. ഇങ്ങനത്തെ ഓരോ വള്ളി കേസ് പ്രശ്നിച്ച് ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇടയ്ക്ക് ഓരോ വള്ളിക്കെട്ടേ കാരം പോകാൻ പറ്റില്ല. ഇവിടത്തെ തിരമാല കാണാത്ത മാതിരി തിരമാലയാണ്. ഇതിലാറെ വലുതാണ് വരുമ്പോഴാണ് ആൾക്കാരെ കൊണ്ടുപോകല്. ഇങ്ങനെ കണ്ടിട്ടില്ലേ വാട്സപ്പിലൊക്കെ എന്താണ് വെള്ളം ആൾക്കാരെ കൊണ്ടുപോയിന്ന്. അപ്പോൾ ആൾക്കാർക്ക് നമ്മളെ ന്യൂസ് വായിക്കേണ്ട ഒരു അവസ്ഥ എന്തിനാ വരുത്തണേ?
നമുക്ക് വെള്ളം കേറി വരുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഞാൻ പോട്ടെ, ജോണി മുന്നിൽ നിന്നോ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പോയല്ലോ, നമുക്ക് അവിടെ പോവാം. അപ്പൊ ഗായ്സ് നമ്മള് എന്തിനാ പോണേ? ഏന്ത്രഞ്ഞാല് കയറാൻ പോവാട്ടോ. ആയിക്കോട്ടെ, 5X. ഓക്കെ ഓക്കെ ഓക്കെ, 5X വീഡിയോ ആണ് നമ്മൾ മോട്ടറാക്കി വിട്ടിട്ടുണ്ടോ? ഫോട്ടോ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഡിസ്കിനെ ആൾക്കാർ നോക്കണ്ടോന്നുള്ളൊരു മടിയുണ്ട്. എന്നാ ഫോട്ടോ കിട്ടും വേണം. എസ്തെറ്റിക് ഇട്ടാണ്ട് അങ്ങോട്ട് മൂഞ്ചുണ്ട് അവിടെ. ഒന്നായിട്ട് മുന്നിക്ക് പോവല്ലോ, ഒന്നായിട്ട് മുന്നിക്ക് പോവല്ലേ? എടുക്കണ്ടേ, അടിപൊളിയാക്കി എടുക്കണ്ട്. ഓ സൂപ്പർ. എന്നാലും ഇഞ്ച പാന്റ് പറ്റിച്ചതാണ്. ഞാൻ സൈസാക്കി കൊണ്ടുവന്ന ഇഞ്ച പാന്റ് ഫസ്റ്റ് ദിവസം ടാഗും കൂടി പൊട്ടിച്ചിട്ടില്ല. ആ ഓളോട് എടുത്ത് ഞാനോട് പൊട്ടനായി. അവിടെ പറയാ സങ്കടം മാറുന്നില്ല. ഓ സൂപ്പർ, ടോപ്പ് ആയിക്കണേ. ഞാനെന്തിനാ വീഡിയോ മറ്റേ അക്കൗണ്ടിലിടാന്? സെൽഫി വീഡിയോ അത് കട്ടാക്കട്ടോ. കുറച്ചേരം നടക്ക്, വണ്ടിക്കോ ഓടിക്കോ പ്രേമ. മഴയാണ് പെയ്തല്ലേ, നെജുവിന്റെ എസ്തെറ്റിക്സ് ഒക്കെ പോയി. പാഞ്ഞു, വണ്ടിക്ക് പാഞ്ഞു കയറി. മഴ പെയ്തപ്പോ സ്റ്റൈലാക്കലൊക്കെ നിന്നു. ഡിസ്ക് പൊലമായ സ്റ്റൈലാക്കലൊക്കെ നിന്നു. പായുണ്ട്, ചെരുപ്പൊക്കെ കജ്ജിലെടുത്ത് പായുണ്ട്. അമ്മ ഓട്ടോ അവിടുന്ന് ഇവിടെ എത്തിയപ്പോത്തിന് കൊയങ്ങിച്ച്. എത്ര കാലം ചായയും കടി തിന്ന് അപ്പോത്തിന് കൊയങ്ങേ. അപ്പൊ ഗായ്സ് നല്ല മഴയായി, പക്ഷെ കുറച്ച് വീഡിയോ കിട്ടില്ലേ. പിന്നെ എനിക്ക് എന്നോടൊന്നും തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് നേരത്തെ അവിടുന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞില്ലേ? ഇപ്പോഴൊക്കെ ഞാൻ വ്ളോഗ് എടുത്താണ് എന്നെ മോട്ടറാക്കി, വ്ളോഗ് എടുത്ത് മോട്ടറാക്കിക്കണ്. ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ പറയല്ലേ? കഴിഞ്ഞേ അതില് നല്ല നല്ല ഷോർട്സ് ഉണ്ടാവും. അതിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത കാരണം അതിന് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാം, ഫോട്ടോസ് പൊളിക്കും കേട്ടോ. ഇനി അടുത്ത പരിപാടി ഞാൻ ആന്ത്രൂഞ്ഞാൽ കയറും, പക്ഷെ മയത്തെ ആന്ത്രൂഞ്ഞാൽ ഉറക്കില്ലല്ലോ, എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ഏതായാലും മായ ചോർന്നിട്ട് കൊടുത്ത് നീങ്ങല്ലേ. ഓക്കെ ഗായ്സ്, അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് മായ അങ്ങോട്ട് ഒന്നായിട്ട് അടിച്ചപ്പോ കാറ് കയറിയിരുന്ന്. ഇപ്പൊ ചെക്കന്മാരൊക്കെ സ്റ്റേഡിയത്തിൽ എത്തിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സ്റ്റേഡിയത്തിലേക്ക് എത്താൻ നോക്കാം. ചെക്കന്മാരപ്പോൾ ഉള്ള വൈബ് പിടിക്കാം. വൈകുന്നേരം കോഴിക്കോട് ബീച്ച്, ചെക്കന്മാര് മൂട് ഫിഷിങ് വെക്കുന്നൊക്കെ. ഇതിമൊക്കെ ആകെ പൊലി വൈക്കണ്. ഫോട്ടോ വെച്ചിട്ട് പോകും മലട്ടി മതി. എനിക്ക് 2 ഫോട്ടോ കിട്ടിക്കണം. അതിന്റെ പൊലിവ് നല്ലോണം ഉണ്ട്. എനിക്ക് ആ ഫോട്ടോ കിട്ടിയ പൊലിവ് നല്ലോണം ഉണ്ട്. നമ്മള് പാവം, നമ്മളെ ഫോട്ടോ എടുത്ത് തരാനൊന്നും ആർക്കും വയ്യ. എല്ലാരും സ്വന്തം ഫോട്ടോ, എല്ലാവർക്കും അവനാൻ കാര്യമാണ് ഗായ്സ്. അങ്ങനെ നമ്മളെ ഫോട്ടോ എടുത്ത് തരാനൊന്നുമില്ല. ഓളിങ്ങനെ പോസ്റ്റൊക്കെ നിന്ന് ഇന്നെ കൊണ്ട് 5-6 ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് കാണുന്നുണ്ട് ഗായ്സ്. ഇന്നെ കൊണ്ട് 5-6 ഫോട്ടോ ഒക്കെ എടുപ്പിച്ച്. പക്ഷെ നമ്മളെ ഫോട്ടോ എടുത്ത് തരാനോ ചോദിക്കാനും പറയാനോ നമുക്ക് ആരുമില്ല. അല്ലെങ്കിൽ ആണുങ്ങളെന്നും ഒറ്റക്കാണ്. ചെക്കന്മാരുടെ എത്തിയ പെണ്ണുങ്ങളുണ്ടെന്നുള്ള ചിന്തയില്ലാത്ത ഏക വ്യക്തി അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ ഗൈസ്. ഫ്രണ്ട്സ് അടിപൊളിയാണ്. ഫ്രണ്ട്സ് അങ്ങനെ ഒറ്റക്കാക്കൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് പോട്ടെ. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ സ്റ്റേഡിയത്തിലേക്ക് പോട്ടെ. അപ്പോൾ അവിടെ എത്തിയിട്ട് ചെക്കന്മാരൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, പോയി നോക്കാം. പൊലിവില് നാവൽപ്പായ റോഡ് സൈഡിൽ നിന്ന് കണ്ടോണ്ട് വാങ്ങിക്കണം കേട്ടോ. എന്നിട്ട് തിന്നാൻ വെച്ച 1/2 കിലോ നാവൽപ്പായം വാങ്ങിക്കണേ. എത്തിന് വണ്ടിന്ന് കുറച്ച് തിന്നാനേ. എത്ര കാലം ഉണ്ടോ സാധനം? അത് തിന്ന് തീർക്കാം. എന്നെ തിന്നിട്ട് കാണിച്ചു തരാം. ആകെ തൊള്ളയൂടെ കാറിയിട്ട് ബൂട്ട സാധനം ആകെ അവിടെ നിൽക്കണേ. ഓ വണ്ടിത്തിരക്കാണ്. വണ്ടിത്തിരക്കിന്റെ ഇടയിൽ മൊബൈൽ പിടിച്ചാലും ആൾക്കാരിന്ന് തൊള്ളിന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ വേഗം വീഡിയോ കട്ടാക്കി സ്റ്റേഡിയത്തിൽ എത്താൻ നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതാണ് സ്റ്റേഡിയം.
നാവൽപ്പായത്തിന്റെ ആവേശം നിന്നിട്ടുണ്ടോ? നാവൽപ്പായം ഇവിടെ ബേക്ക് സൈഡ് ആക്കിയേക്കണേ. അതിനകത്ത് തിന്നാൻ വെച്ചേ. എന്നിട്ട് ഇങ്ങോട്ട് പറയണേ അവിടെ എല്ലാരും ഉണ്ടാവല്ലോ ഓൾക്കൊക്കെ കൊടുക്ക. സ്നേഹത്തെ അങ്ങനെ പോണേ. ഇത് ഒറ്റക്ക് തിന്നാൻ വാങ്ങിയ സാധനമാണ്. നിനക്ക് തിന്നാൻ വെച്ചാ വാങ്ങിയത് കുടുങ്ങി. ഇനി അവിടെ ഓളെ തിന്നാൻ കച്ചാത്ത സാധനങ്ങളൊക്കെ ബാക്കിയുള്ള തിന്നോളം പറഞ്ഞിരിക്കുകയാണ്. ചെക്കന്മാരൊന്നും ഇല്ല അവിടെ. വണ്ടിയൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് സ്റ്റേഡിയം എന്ന മഹത് പ്രോപ്പർട്ടി. എല്ലാവരും ഉള്ളിൽ പണിയിലേക്കാരം, അടുക്കളയിലേക്കാരം. ഏതായാലും നമുക്ക് പോയിട്ട് ചെക്കന്മാരൊക്കെ കാണാം. സുഹേൽക്കൊക്കെ ഉണ്ട്. സുലുവിന്റെ വണ്ടിയാണതേ. സുഹേൽക്ക പുതിയ വണ്ടി എടുത്തിരുന്നതാ. ഓക്കെ ഗായ്സ്, ഇതെന്താ കാട്ടണ്ടി? വാങ്ങി കുടുങ്ങിക്കണേ. രണ്ടാ നോക്കിയാ 1/2 കിലോ നാൽപ്പയം വാങ്ങിയാണ്ട് വെറുതെ കജിലെ കായ് കളയാൻ ഡേസ്ക്ക് തിന്നാൻ പറ്റൂലെങ്കിൽ പിന്നെ വാങ്ങാൻ നിൽക്കണം. എത്ര ഇതോ? അലവില് വന്നിക്കണോ? അച്ഛക്ക് വന്നിക്കണോ? ഇല്ലല്ല, അച്ഛൻ്റെ വണ്ടി ഒന്നോടല്ല. ഇത് പിടിച്ചോ, ഫോർ യു. ഞാൻ പോകും കേട്ടോ അങ്ങോട്ട്. ഏതായാലും ചെക്കന്മാരെ പോയോക്കട്ടെ. എന്നാ ഇത് പൊടി ഇത് പൊടി ഈ മൈക്ക് എൻ്റെ മൈക്ക് അയക്ക അല്ലെങ്കിൽ മൈക്ക്. ഓക്കെ, അതെവിടെ ഇതിൻ്റെ ബോക്സ്? ഇതായിക്കിട്ടോളാം, ഒരു മൈക്ക് മതി. ഇതായിക്കിട് ഇപ്പോൾ വെക്കുക, അല്ലെങ്കിൽ ആ കലമ്പാവും സൗണ്ട്. അത് അയക്ക് എടുത്ത് വെക്ക്, അവിടെ വെച്ചോളാം. താങ്ക് യു. അത് ചെക്കന്മാർ തിന്നുണ്ടെന്ന് ഇജ്ജ് ഉറപ്പ് വരുത്തണം. ഒരാവശ്യമില്ലാതെ തിരക്കിലോടത്തുനിന്ന് വണ്ടി സൈഡാക്കി വാങ്ങിച്ച സാധനമാണ്. കൊയ്യായി മൂത്രമൊക്കെ അങ്ങോട്ടുണ്ട്. ഏതായാലും പോയ കേട്ടോട്ടാ, പോയ കേട്ടോ. ചെക്കന്മാർ അർച്ചയൊക്കെ വന്നിക്കണോ? ഇത് കിട്ടുമ്പോൾ ഇജ് വിചാരിക്കും സ്നേഹത്തിന്റെ പുറത്ത് തന്നാണ്. സ്നേഹമല്ല, നാവൽപ്പായം വാങ്ങി പെടുത്തിയതാണ്. ഞാൻ ചെറുക്കനെ കണ്ടിക്കണേ. Hello guys. Ijaz എനിക്ക് കാണാൻ First time in your vlog. Oh, thank you so much for എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഹായ്. യാത്ര സാറായി. ഞങ്ങൾ അതിന്റെ ഇടയിൽ ചായ അടിച്ചാൽ പോയി. ബ്ലോഗർമാരെ തട്ടിട്ട് നടക്കാൻ പറ്റുള്ളൂ ഇവിടെ. മൂഞ്ചില്ലേ മുത്തേ, ഞാൻ പറഞ്ഞതാണ് വെറുതെ കജിലക്കായ ചെറുക്കൻ കഷ്ടപ്പെട്ട് കാനഡയിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് കായാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ടെൻഷൻ ആക്കാൻ പാടില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, പണീൻ്റെ ഇടയിൽ നിന്ന് ക്ഷീണിതനായി വന്നുകൊണ്ടിരിക്കുന്ന അർഷിദ് അമീദ് ഇതുവരെ കടന്നുറങ്ങിയേനി. എവിടെയുണ്ട് വർക്ക്? കാണാം. ഇജ്ജ് ഓനെ കണ്ടോ? അൻവറിനെ ഓനെ അറിയില്ലേനോ? സംസാരിച്ചില്ലോ? ഓനെ അങ്ങനെ നമ്മളായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഓനെ വർക്ക് എടുത്തത്. ആ സുലുബായ്. ഓക്കെ, രണ്ടന്തല്ലാത്തൊരു അന്തം വെച്ച കളി കളിച്ചു. അന്തല്ലൂര് മാത്രം കളിച്ചിന് കളി രണ്ടന്തല്ലാത്തൊരു തലങ്കും വിലങ്ങും നിന്നാട് കളിച്ച. അപ്പുറത്ത് സുലു കാര്യമായ എഡിറ്റിങ്. ഷാനുവിന് ചെറിയൊരു ഇതുണ്ടല്ലേ, നാക്കുണ്ട്. ഞാനെങ്ങനെ തലമ ചൊറിച്ചില് ഞാനെങ്ങനെ തലമൊക്കെ ഇങ്ങനെ ഭയങ്കര ചൊറിച്ചില് ചൊറിച്ചില് പേര് ചൊറിച്ചില് താരന്റെ ചൊറിച്ചിലാ. നെജ്മ പണിക്കൊന്നും കൂടാതെ വെറുതെ കമൻട്രി ഇട്ട് കൊടുക്കുക, സൈഡിൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, കട്ടിങ്ങിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. നെജ്മ നിങ്ങൾ വെറുതെ നിങ്ങൾ മാത്രം കട്ട് ചെയ്യാൻ നിൽക്കല്ലേ, ഓളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് ഓളെ ഡിസ്പ്ലേ കൊടുത്തല്ലേ. അത് ശരി, അതിനൊക്കെ പെടെ ഷെബിൽക്ക ഈ സൈഡിക്ക് സ്ലോ മോഷൻ ആക്കണോട്ട്. സീനായി. മൂപ്പര് ഫുഡ് ഉണ്ടാക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. മൂപ്പര് നിർത്തിങ്ങാണ്ട് നമ്മൾ പൊളിച്ചുമ്പോ കയറ്റിട്ട് കാര്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാട്ടി തരാം അതിന്റെ ഔട്ട്പുട്ട് എന്താന്നല്ലേ. ഓക്കെ, ജസിമെത്തിച്ചെടുത്ത ഫോട്ടോ ഈ വണ്ടി ഒന്ന് കിട്ടി. ഇങ്ങനത്തെ റോഡിൽ ഈ വണ്ടി എങ്ങനെ വന്ന് മിനി കിട്ടിന്നോ? കാര്യത്തില് അല്ല, ഞാൻ തമാശല്ല, ഞാൻ കാര്യത്തിൽ വെച്ചെടുത്ത ഫോട്ടോ. എന്താ പറയാ, വിശ്വസിച്ചില്ല എന്റെ അങ്ങനത്തെ ഫോട്ടോകളാണ്. നെക്സ്റ്റ് ലെവൽ അങ്ങനെയല്ല ഞാൻ പറയണത്. സ്കില്ല് അങ്ങനത്തെ തലക്കലായോണ്ടേ ഓന് അങ്ങനത്തെ ഒക്കെ എടുക്കും. അതാ
ആ സീനാണേ, സ്കില്ല് കൂടുതലാണ് ചെറുക്കന്, അങ്ങനെ പ്രശ്നമുണ്ട്. മാഷാ അല്ലാ. അവിടെ അതാരുടെ വണ്ടി? സുപ്രേ? എൻ്റെ മോനെ ഞാൻ പറയട്ടെ, ഏയില്ലേ ഓക്കെയാണ് വണ്ടി ചെയ്യണം മുത്തേ അല്ലേ? അപ്പൊ തന്നെ മനസ്സിലായി കായ്സ് ഇവനെ വാങ്ങാനേ നോക്കുന്നില്ല. അപ്പൊ കൺഫേം ആയി, അല്ലെങ്കിൽ ഞാൻ ഒറിജിനലാണ് വിശ്വസിച്ചിരുന്നു. ആ ആയിക്കോട്ടെ. ഇതിലിപ്പോ ആരെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയോ? അന്റെ വെല്ലിപ്പുണ്ടാവും. പയക്കം ഒരു കവിതാത്മകമായി പറഞ്ഞതാണേ. ഇതൊക്കെ ജസീം എടുത്ത ഫോട്ടോ എന്നാ പറയുന്നത്. ഇങ്ങനത്തെ ഒരു വണ്ടി കേരളത്തിൽ ഇന്ന് വരെ ആരും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് പോർഷെ 911 പഴയ മോഡല് 1990 പോർഷെ 911 ഇവിടെ. ഇതൊക്കെ എന്താ വെച്ചാല് നയിപ്പിൻ്റെതാട്ടോ, എടങ്ങറായിങ്ങാണ്ട് പണിയെടുത്ത് കൊയങ്ങി വന്നാണ്ടല്ലേ കടത്താണ്. മഞ്ചമ്മ പരന്ന് കടന്നു ഇതുവരെ കടക്കില്ല. ഇപ്പൊ തിരിച്ചു വന്ന് മഞ്ചമ്മ കടന്നിക്കണേ. ഈ കളി ഷെബിൽ ഖാന്റെ ബിരിയാണി വന്നാലും കജ്ജൂല, എന്തായാലും ഉറപ്പാ. എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഇനി അനിയൻ്റെ അടുത്ത് പോയിട്ട് അനിയനും ഉമ്മ ഫുഡ് കൊടുത്ത് വെച്ചിട്ട് അവൻ കൊടുക്കാണ്ട്. ഷാനു നഖം കടിച്ചു. ആ ഹോസ്റ്റല് ഷാനുവിൻ്റെ നഖം കടിയൊക്കെ കണ്ടോ? അടുത്ത മൂവ് എന്താ ചെയ്യാന്ന് ആലോചിച്ച് കയറാം. എന്നാലും ഞാൻ അങ്ങനെയല്ല ആലോചിച്ചു, ഈ പൊട്ടന്മാർക്ക് എങ്ങനെ ഈ കളി കടിച്ചാൽ വെച്ചു. ആ നമ്മളെപ്പോഴും ഇറങ്ങാം. എന്തായാലും ഞാൻ ലേറ്റ് ആവും പിന്നെ. അർച്ചി ഫുഡ് കഴിച്ചാൽ അപ്പം പോകാം. ഇവിടെ പെരേക്ക് ആക്കണം. അല്ല ഇജ്ജ് എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ഓക്കെ. അപ്പോൾ അർച്ചിക്ക് വണ്ടിയില്ല. അർച്ചി നമുക്ക് അതിനത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. പിന്നെ സ്റ്റേഡിയം കാണാത്തവർ തീർച്ചയായും സ്റ്റേഡിയം ചെക്കൗട്ട് ചെയ്യണം. സ്റ്റേഡിയം ഒരു 1.5 മുതലാട്ടോ. എയ്സ്തെറ്റിക്കിൻ്റെ ഒരു അങ്ങേത്തലയാണ് സ്റ്റേഡിയം. അമ്മ ആംബിയൻസ് ആണ് സ്റ്റേഡിയത്തിലെ ആംബിയൻസ്. അപ്പോൾ ഞാൻ വെറുതെ നമ്മളെ ചെക്കന്മാരെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് പ്രൊമോഷൻ തരുന്നതല്ല, അത് നിങ്ങൾ വന്ന് അനുഭവിക്കുക തന്നെ വേണം. സ്റ്റേഡിയം അത്ര അടിപൊളിയാണ്. സ്റ്റേഡിയത്തിൻ്റെ ആംബിയൻസ് ചില്ലറല്ല. പോകണട്ടോ കൊള്ളൊന്നുമില്ല. കണ്ടഞ്ഞ മട്ടക്കണോണ്ട് അടിച്ചു. ഞാൻ ഷൂ ഇട്ടാൻ വന്നു, ഷൂ ഒഴിവാക്കി ചെരുപ്പ് കൊണ്ട് പോവാ. ഒരു വിരലിൻ്റെ തുഞ്ചത്തിടാൻ വെച്ചുള്ളൂ. ആ ഫോണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് സ്റ്റേഡിയം. എൻ്റെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇവിടുന്ന് എടുത്തിരുന്നത് കേട്ടോ. എൻ്റെ വെഡ്ഡിങ് ഷൂട്ട് ഫുള്ള് ചെയ്തിരുന്നത് സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് നിന്നാണ് ഗൈസ്. ഈ ഇവിടുന്നൊക്കെ കണ്ടമാനം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലത്തുനിന്നും അവിടെ ഒരു പൂളുണ്ട്. നല്ല ആംബിയൻസാണ് ഈ സ്ഥലം, അടിപൊളി മൂഡാണ്. എനിക്കാണെങ്കിൽ പകൽ വെളിച്ചത്തിൽ വരാൻ പറ്റില്ല. അപ്പോഴത്തിന് ഞാൻ വന്നപ്പോഴത്തിന് ഇരുട്ടായി. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോഴത്തിന് ഇരുട്ടായി പോയി ഗൈസ്. അപ്പോൾ ഏതായാലും കാര്യങ്ങൾ പുരോഗമിക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ വീഡിയോ പുരോഗമിക്കുന്നതായിരിക്കും. നമ്മൾ ലോ ക്ലാസ്സിലും ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. ചെക്കന്മാരെ നേരത്തെ വ്ളോഗ് തുടങ്ങിന്. അപ്പോൾ ആ വ്ളോഗും എല്ലാവരും കാണണം. ഇതിനോടകം ഇതേ എസ്തെറ്റിക് ലുക്ക് വന്ന് വിട്ടു. അപ്പോൾ ഞാനും സുലും അനിയന് ഫുഡ് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ച് സ്റ്റേഡിയത്തിലേക്ക് പോയി. അനിയന് ഫുഡൊക്കെ പോയി കൊണ്ടുപോയി കൊടുത്തോട്ടോ. ഞാൻ സെല്ലും കൂടി പോയാണ്ട് എന്താ ഫോട്ടോ ഷാറാട്ടോ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന സ്റ്റുഡൻസ്. ജാസി ഓ അത് സീനായി. അത് പോളി ഫോട്ടോ. മക്കളെ ഇത് കാണിങ്ങള്, ഇത് കാണി. ഇതിനാണ് പോയിന്റ്. ഇവിടെയാണ് കായ്. നമ്മളങ്ങനെയാണ് തീം ബേസ്ഡ് ഫോട്ടോസ് ചെയ്യുള്ളൂ. ഇതെന്താ നോക്കണേ? കത്തുണ്ട് നോക്കുക. വറകടുപ്പല്ലത്, ഗ്യാസാണ്. അത് ശരി. ഇത് ബിരിയാണിക്ക് വേണ്ടൊക്കെ ഇതെന്തൊക്കെയാണ്? നോൺ വെജ് കഴിക്കണ്ടോ? ഉണ്ടാക്കണ്ടോ? ഞാൻ ഇതിലാട്ടോ. അല്ല നോൺ വെജ് ഞാൻ ഇതിലാട്ടോ. നെജിമ അസ്നത്താൻ്റെ ഒപ്പം നിന്നാണ്ട് കട്ടിങ് ഒക്കെ പഠിക്കുന്നുണ്ട്. എന്നിട്ട് പഠിപ്പിക്കുക. കുറച്ച് ദിവസം എടുത്ത് കൊണ്ടു നിർത്തട്ടെ. ഷെഫ് എന്താ പറയണേ? ഷെഫിനെ അസിസ്റ്റ് ചെയ്താൽ പോയിട്ടോ. നിങ്ങൾ ഷെഫാന്ന് നിൽക്കല്ലേ? ഷെഫിൽക്ക് ഒറ്റക്കാണെങ്കിൽ അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങളാകെ അങ്ങോട്ടും ഇങ്ങോട്ടും അൽക്കുലിക്കാക്കിയാണ് ആ പണി അങ്ങോട്ട് കോളാക്കി കൊടുക്കുന്നത്. നിന്നൊരു ഇത് ലീഡ് എടുക്കുക. ലീഡിങ് സിംഗർ ജസീം. ഒറിജിനാലിറ്റി ഉണ്ടായത് തന്നെ കോപ്പറേറ്റ് എടുക്കാൻ സാധ്യത ഉണ്ട്. കച്ചറ 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 കച്ചറ
ഇത് തല്ലി തീരുമാനിക്കണോ? എന്താണ് ഇല്ലാത്ത അപവാദങ്ങൾ ഇപ്പൊ എന്താ പറയണേ? ആയിക്കോട്ടെ, പറയൂ. എന്ത് വാട്ട്സ് ദ റീസൺ? സൽമാൻ അറിയാത്ത നിഹാലിന്റെ ഒരു രഹസ്യങ്ങളുമില്ല. ഏത് ടർഫാണ് രാവിലെ വരെ? നമ്മളെ നാട്ടിലത്തെ ടർഫൊക്കെ മാക്സിമം 2 മണി വരെ. അതെന്താന്നല്ല, മണിപ്പാൽ ഇപ്പോഴും നമുക്ക് ചുരുളയാത്തൊരു രഹസ്യമായിട്ട്. ബാംഗ്ലൂർ അവന്റെ ചെറിയ കില്ല, ബാംഗ്ലൂർ അവന്റെ ചെറിയ കില്ലാണ് ഇത്. നിയാലിന്റെ മണി നമ്മളിപ്പോ പുതിയ അതിഥികളെ കണ്ടോളൂ കേട്ടോ. പാത്തു കൊച്ചിന്ന് ലാൻഡ് ചെയ്ത് ദുബായിന്ന് ലാൻഡ് ചെയ്തിരിക്കണേ. പാത്തുവിന്റെ ഫ്രണ്ട് ഉണ്ട്, അസ്നുട്ടി ഉണ്ട്. ലീഡിങ് സിംഗർ ജസീം നയിക്കുന്ന പാട്ട്, ജസീം നയിക്കുന്ന ഗാനസന്ധ്യ. ഇനി തുടങ്ങട്ടോ, അങ്ങനെ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഉറക്കം പാടണം, അല്ലെങ്കിൽ വൃത്തിയല്ല. എല്ലാരും പാടണട്ടാ. മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, എന്തിനാ ഈ പാട്ടിന് എന്തിനാ ചൂസ് ചെയ്തേ? അതിനാ കമന്റ് എല്ലാരും ചൊല്ലണ പാട്ടറിയില്ലേ? എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ കണ്ണാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. ഇതാണ് ഇതെല്ലാം ഉണ്ടാക്കിയതേ. ഇന്നലെ കുക്ക് ചെയ്താ. പതുക്കെ കയറണം, 2x വേണ്ട. മാപ്പിളപ്പാട്ടല്ലേ? മറ്റേ പാട്ടില്ലേ? അതല്ല, ഇവിടെ കട്ട് ചെയ്യണോ? ഏതാ പാട്ട്? ഏതാ പാട്ട്? ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് പറഞ്ഞു ചെയ്യ്. ഞാൻ പറഞ്ഞതാ
മറ്റേ പാട്ടില്ലേ നെജിമ അർസുവിന് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം അറിയാതെ പോലും മൂളിപ്പാട്ട് രഹസ്യം പിന്നെ റീക്രിയേറ്റ് ചെയ്ത് പാട്ട് ഒരു സിംഗിൾ മലക്കൊടിയെ ഞാനിന്നും പുഴയരികിലാണ് ഇപ്പൊ പറഞ്ഞ കയ്യരികിൽ വഴിയരികില്ല അപ്പൊ ഏതരികിലാന്ന് നിങ്ങൾ പറയും വെയിറ്റ് ആക്ക് അങ്ങനെ പാടിക്കും ഞാൻ കറക്റ്റ് ബോസ് അതിർത്തിക്ക് ഇറങ്ങി ആർമിക്ക് കയറുന്ന ഇനി ഇവൻ്റെ വലിയ ആഗ്രഹം പിന്നെ ആർമി പോയ പണി എടുക്കേണ്ടി വരും കരുതിയാണ്ട് ഇടയ്ക്കൊരു ആർമി മൂഡ് കയറും അപ്പോൾ നമ്മൾ പബ്ജി കയറിയാണ്ട് 4 വെടി പബ്ജി കയറി അവിടെ ഒരു വെടി ഇവിടെ ഒരു വെടി 4 പൗഡറൊക്കെ ഇടുമോ ജി കജിമേ പൗഡറൊക്കെ ഇടുമോ അതൊക്കെ ഓർമ്മ ഉണ്ടോ നമ്മളൊരു ടൈം ഞങ്ങൾക്കൊരു സമയമുണ്ട് ഇനി പബ്ജി കളിച്ച് നടക്കുന്ന ടൈം വെറും പബ്ജി രാത്രി ആയാ പബ്ജി അന്ന് എല്ലാവരും ഉണ്ടേനി കേട്ടോ അന്നൊരു രസേനി പേരുണ്ടെങ്കിൽ ഹായ് സൽമാൻ ഓർമ്മനല്ല വന്നു സൽമാൻ ഇടിച്ചെങ്കിൽ ഇത് ഭയങ്കര വെടിവെപ്പുകാരനാണോ വെടിവെപ്പുകാരൻ ഒരു ഡിസ്ക് കടയിൽ നിന്ന് തക്കാളി വാങ്ങി തക്കാളി ഒക്കെ കേടന്ന് ഫുള്ള് കേടന്ന തക്കാളി 1/2 കിലോ തക്കാളി വാങ്ങി 1/2 കിലോ കേട് ആക്കണ കണ്ടോളി വണ്ടിക്ക് കണ്ടോളി മക്കളെ ഇട്ട് ഇളക്കണ കണ്ടോളി അതാണ് ബിരിയാണി ഈ റൈസ് ഒക്കെ വരാനുണ്ട് കുക്കിംഗ് ആയിട്ട് ഒരു ബന്ധമല്ല ഇവൻ കേട്ടോ ഇവരെ കാട്ടിക്കൂട്ടലാണ് ഫുള്ള് ഉണ്ടാക്കിയവനാ അർശി അല്ലല്ലോ അതിലുണ്ട് അർശി പെട്ടെന്ന് ഉറക്കത്തിന് നീച്ചു നീച്ചിട്ട് വരാണ്ട് ഗൈസ് ആകെ വരാണ്ട് സാധനം കേട്ടോ സീൻ സാധനം ഷാന ഓപ്പൺ ചെയ്യാൻ ലാസ്റ്റ് അറിയാൻ പറ്റിയത് അതെ അതായത് ഓപ്പൺ ആക്കാൻ ആകെ ആൾക്കാർ പണിയെടുക്കാൻ ആരും ഇപ്പൊ മാറി കൊടുക്കും ഐറ്റംസ് കൊണ്ട് ഒരു ചെറിയ ഐറ്റംസ് ഷെബിൽഖാന്റെ ഷെബിൽഖാന്റെ സ്കില്ലാണ് ഷെബിൽഖാന്റെ സ്കില്ല് പലജാതി ഫുഡുകൾ ക്യാമറയ്ക്ക് മുന്നിൽ അറസ്റ്റ് കാട്ടം പിടിക്കുന്നുണ്ട്. അപ്പൊ ഗായ്സ് ഇതാണ് പഞ്ചായത്ത് മട്ടേക്ക് എല്ലുങ്കണ്ടം കിട്ടിയ അവസ്ഥ. ആ അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാനോ അവസാനം നമുക്ക് വീഡിയോ മാത്രം ഉണ്ടാവും കേട്ടോ. മാണി ഇറങ്ങിക്കോ താഴത്തേക്ക്. മുത്ത ഐറ്റം സാധനം ഒന്നിനൊന്ന് മെച്ചം. ഒരേ ഒരു ഖജാഞ്ചി ഷെബിൽക്ക. അപ്പോൾ ഏതായാലേ നമ്മൾ ഫുഡ് കഴിക്കൽ ചടങ്ങിലേക്ക് ഇറങ്ങണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പരിപാടി എടുക്കില്ല. നെജിമൊക്കെ ഇന്ന് അടിക്കണം. എന്താ നെജിമ അത്ര ചോറ് തിന്നില്ലല്ലോ. എന്തായാലും കഴിക്കണേ. ബൈ ബൈ. ഗെയിം കേട്ടോ, ഫുഡ് കഴിക്കലിന് ശേഷം ഇപ്പോൾ ഗെയിമാണ്. ആദ്യം ആരാണ് ഒറ്റ സ്ട്രെച്ചിൽ ഊതിക്കെടുത്തതെന്ന് നോക്കണേ. ഈ പുണ്യാലും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം. ഫസ്റ്റ് കളി സൽമാൻ ജയിച്ചു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സൽമാൻ പോലഞ്ചാതി ഊത്ത ഊതി.
തട്ടിപ്പില്ല കേട്ടോ, സൽമാനെ തട്ടിപ്പില്ലേ. സൽമാന്റെ തൊള്ളിൽ നിന്ന് ഒരു തുള്ളി കാറ്റ് വന്നാൽ നിഹാല് ഡിസ്ക്വാളിഫൈ ആവട്ടോ. ഉടായ്പിടിക്കല്ലേ, ഉടായ്പിട്. അതെ അതല്ല സത്യത്തിൽ ഞാൻ ജയിച്ചിക്കണേ. ഇപ്പൊന് 3 എണ്ണം ബാക്കിയുണ്ട്, ഞാൻ 2 എണ്ണല്ലോ. ഇപ്പൊ ഇറ്റ്സ് ഓക്കെ. എന്നാലും സൽമാൻ എങ്ങനെ ഊതിയേ, ഓന്റെ ഒറ്റടിക്ക് തീർന്നതേ, ചുമ്മാ തീർന്നു. സീൻ വീഡിയോ ആയി പോയി. അങ്ങോട്ടെ സൽമാന്റെ ഊത്ത് അടുത്തതായി ഫസ്റ്റ് സൽമാൻ സുഹേൽക്കൊരു ഊത്തുതിനി. ഇതില്ലേ ഇത് ഒന്നും കൂടി ഒന്ന് ഊതിക്കണേ, എൻ്റെ കെട്ടിണ്ടാവും. ഇതൊക്കെ കെട്ട് വിചാരിച്ച് നിർത്തി. അടക്ക് ഓന്റെ ഊത്ത് നോട്ടെ എടുക്ക്. സൽമാന്റെ ഒത്ത് സീനൂത്താണ് കണ്ടോ. ഓ പെർഫെക്റ്റ് സാധനം സൽമാൻ്റെ. ഈ സൽമാൻ അവിടെയും കഴിവ് തെളിയിച്ചിരിക്കുന്നു. എനിക്ക് ഞാൻ തോറ്റൊരു മുത്തേ, എനിക്ക് സൽമാന് വേണ്ടി ഞാൻ തോറ്റു കൊടുക്കാൻ വരെ തയ്യാറാണ്. സൽമാൻ എനിക്ക് വീഡിയോ എടുത്ത് നിൽക്കണേ. അല്ല ഈ ജസീം അല്ലാ അവിടെയും പേപ്പിച്ചല്ലോ റബ്ബേ. ജസീമിന് വേണ്ടി ഞാൻ തോറ്റു കൊടുക്കാൻ റെഡി ആട്ടോ. കാരണം ജസീം എനിക്ക് വ്ളോഗ് ഒരു ഷോർട്സ് എടുത്ത് തന്നാണ്. ഇപ്പേ ഇതിനെ ഏറ്റവും വലിയ സങ്കടം തരാം. ഇത് ഇപ്പൂന്റെ ഐഡിയ ആണ്. ഈ ഐഡിയ ഇപ്പൂൻ്റെതാണ്. ഇപ്പാണ് ഈ ഗെയിമൊക്കെ ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് കളി തന്നെ ഇപ്പൊ തോറ്റു. ഞാനേ വെറുതെ കാര്യമല്ല, അതുകൊണ്ട് എതിരാളികളോട് മുട്ടാവാ. സൽമാനാണ് ഒത്ത എതിരാളി കേട്ടോ. ഇനി അടുത്ത ഊതൽക്കാരനെ നമുക്ക് കിട്ടണം, വലിയ ഊതൽക്കാരനെ. അടുത്ത് അർഷി ഊതാൻ പോവാണ്. അർഷിന്റെ ഊത്ത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അർഷിക്കെതിരെ മത്സരിക്കണ ആരാ? ഡ്രെഡ്. ഓക്കെ, അർഷിക്കെതിരെ മത്സരിക്കാൻ വരുന്നത് ഡ്രെഡാണ്. നമുക്ക് നോക്കാം മൂത്തടുത്താണോ പെരിന്തമണ്ണങ്ങാടിയിലാണോ ഊതം ദമ്മ് നോക്കാം. അത്രയും കാറ്റിറങ്ങാനുള്ള കപ്പാസിറ്റി അർഷിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൽമാൻ അർഷിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഡ്രെഡ് ക്ലിപ്പ് ഇട്ടിക്കണ. അപ്പൊ ഡ്രെഡ് മാക്സിമം നോക്കുക, എന്താ ക്ലിപ്പ് കാണാതെ ഉദാഹരണം നോക്കാം. അടുത്തതായി അർഷിയും ഡ്രെഡും ഉണക്കമീനും താളിപ്പും. കൈ ബാക്ക് ഒറ്റൂത്തുള്ളൂ. ആ വീഡിയോ നോക്കിയാ മതി. വീഡിയോ നോക്കി ഒറ്റൂത്തുള്ളൂ. അർഷി തുപ്പ. അത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടോ, ഫോണിൽ റിവ്യൂ ചെയ്തപ്പോ കാണാൻ സാധിച്ചത് ഡ്രെഡാണ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന് ജയിച്ചിരിക്കുന്നത്. അല്ല, സത്യത്തിൽ ഡ്രെഡാണ് ജയിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ. ഡ്രെഡിനെ പുച്ഛിച്ച് തല്ലേ അർച്ചി. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ. ഞാൻ അടുത്ത ആരം മുട്ടണേ. ഓക്കെ, അപ്പൊ ജസീമിനെതിരെ മുട്ടാൻ പോകുന്നത് ഞാൻ തന്നെയാണ് ഗൈസ്. അടുത്തതായി ദുബായിൽ നിന്ന് ജാസിയും കാനഡയിൽ നിന്ന് അർഷുവും. ജസീമിന് വേണ്ടി ഞാൻ തോറ്റു കൊടുക്കും. ജസീം എനിക്ക് ഒരു ഉപകാരം ചെയ്തു. വീഡിയോ റീൽ ചെയ്ത് കൊടുത്തേക്കണം. അതൊന്നും ഇല്ല കേട്ടോ, അതൊന്നുമില്ല. ജസീമിന് അതാണ് ഇഷ്ടം. അപ്പൊ ഗെയിമൊന്നും വേണ്ടേ? ആർക്കും കത്തിച്ചെടുക്കും വേണ്ട. ഞാൻ ലേറ്റർ അടിക്കാം.
പടക്കം പൊട്ടിച്ചാ ഫോനാണ്. ആ ഞാലേ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ ബുദ്ധില്ല കളിച്ചാല ബുദ്ധില്ല ഡ്രെഡിക്ക് ചെസ് കളിക്കാൻ എന്താ ചെസ്സിന് ഞാന് ഡ്രെഡ് പാവം അർഷും ജാസിയും ഏറ്റുമുട്ടുമ്പോൾ ഞാൻ പറയും ബെബൽ രണ്ടാലും മത്സരിക്കണ്ട ഇജ് തോറ്റെടുക്കും ചെലപ്പോ വേണ്ട ഞാൻ പറയുമ്പോ ദുബായ് ജാസിയും ദുബായ് എൻസി മത്സരിക്കട്ടെ രണ്ട് ദുബായ് ആൾക്കാർ മത്സരിക്കട്ടെ അത് മാറി അത് വേണ്ട അപ്പോഴും തോറ്റേക്കും പെണ്ണുങ്ങളെ ആർക്ക് എനിക്കെന്തിനാ അതല്ല പെണ്ണുങ്ങൾക്ക് വേണ്ടി തോറ്റെടുക്കേ പ്രേമത്തിന് അന്തേ അത് സങ്കടായോ? കോപ്പിറൈറ്റ് ജസീമിന് സങ്കടായി. എന്റെ പാട്ട് കോപ്പിറൈറ്റ് കിട്ടോ? സൽമാനും നിഹാലിനും കല്യാണം നോക്കുന്നുണ്ട്. അപ്പൊ സങ്കടം അതൊക്കെയാണ്. അറിയാത്തോടെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു. ചമ്മാടിന്റെ അഭിമാനമായ ഐജാസി, വണ്ടൂരിന്റെ കൂരിക്കുണ്ടിന്റെ അഭിമാനമായ അർഷു. ഒരാൾ പറയും റെഡി 1 2 1 ഗോ. രണ്ടാള് ജയിച്ചില്ല. രണ്ടാള് ജയിച്ചില്ല. രണ്ടാൾക്ക് രണ്ടെണ്ണം പാക്കാം. അല്ല രണ്ടും കെട്ടിടില്ല. കെടണം 2 പ്രാവശ്യം ഊതി. കെട്ടാണ്ട് കുഴപ്പമില്ല. ഞാൻ ഇറ്റ്സ് ഓക്കെ ആണ്. എന്നിട്ട് പിന്നെ ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്നാലും ജസീമാണ് ജയിച്ചത്. നിങ്ങൾക്ക് രണ്ടാൾക്ക് ഊതാൻ ധൈര്യം ഇനി ആരൊക്കെയാ അടുത്ത മുട്ടാൻ ധൈര്യമില്ലല്ലോ അവര്. അടുത്ത ഊതി ജയിക്കാൻ ധൈര്യമില്ലല്ലോ ആണ്. സെല്ലൂനായിട്ട് മുട്ടാൻ ധൈര്യമില്ലല്ലോ. അനക്കൊരു അവസരമാണോ? മുട്ടാൻ ധൈര്യമില്ലല്ലോ. ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് കജ്ജ് പൊള്ളിച്ചല്. അങ്ങനെയാണ് കയ്യ് പൊള്ളിക്ക. അവിടെ കത്തിച്ചു കാണിച്ചിട്ടാ. OBD ഒന്ന് ഊതോ? ഇപ്പൊ ഊതല്ലേ? ഇത് ഫുള്ള് അടക്ക്. അങ്ങനല്ല ആൻസി ഉപേദിക്ക് മുട്ടുന്നു. ആരാണ് ഏറ്റവും വലിയ ഊതലായിട്ട് നോക്കാം. സൽമാന്റെ ഊത്തണ്ടാണ് ആയുധനെ എല്ലാരും പേടിച്ച്. ഓ ഉപേദിക്ക ഇത് പോരാ. ഒരു ആ അറ്റം വരെ വെക്കാൻ പറ്റുമെന്നൊക്കെ. ഇതെങ്ങനെയാണ് ഇങ്ങനെ എടുത്തിട്ട് കറക്കി അടിക്കണം? ഓക്കെ ഓക്കെ. അപ്പൊ വാശിയേറിയ പോരാട്ടം. ദുബായ് എൻസിയും ഉബൈദിക്കും തമ്മിലുള്ള പോരാട്ടം. കൗണ്ട് ഡൗൺ കൊടുക്കട്ടോ. അത് ലെവലാക്കി വെക്കേ. അങ്ങനല്ല, ഒറ്റ ഒത്തില് മാക്സിമം പോണം. അങ്ങനെ
നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന് നോക്കാം. സൽമാനെ കജ്ജ് പൊള്ളി ഗായ്സ്. സൽമാനെ കുന്തളിപ്പ് കാട്ടി അവസാനം മെയ്ക്ക് കജ്ജുമ്മ കൂടെ ഒരുക്കി വലിച്ചിരിക്കുകയാണ്. ഇത് സൈഡായിട്ടോ കട്ടായി മാന്തി കടന്നുറങ്ങുന്നുണ്ട്. നീച്ച് പൂളൊക്കെ ഇറങ്ങാനുണ്ട് ഇനി. ഇല്ലല്ല അത് ഇങ്ങനെ വെക്കല്ലേ, അപ്പൊ ഈസി അല്ലേ. ഓക്കെ ഇല്ലല്ല ആ രണ്ടെണ്ണം കൂടി കത്തിച്ച ആ പിടിച്ചാ ഞാൻ കത്തിച്ചു കൊടുക്കട്ടെ. ഈ രണ്ടെണ്ണം കൂടി കത്തിച്ചേരാ. നോ ഇതാകെ ഉരുകി വലിച്ചിട്ടോ. ഇല്ലല്ല അതൊക്കെ പറിക്കാൻ കിട്ടും. ഒന്ന് ഇതാവണമെന്നുള്ളു. ടാസ്ക് ഇതാണ്. ഇതൊന്നും അറിഞ്ഞില്ല. ഇതിന്മേൽ ലൈറ്റർ ആക്കേണ്ടി വരും. ലൈറ്റർ ഇവിടെ ഉണ്ട്. അടക്ക ഇത് പോരാട്ടോ. ഇത് ഈ ഡിസ്റ്റൻസ് പോരാ. ഊബിഡിന്റെ ഡിസ്റ്റൻസ് കുറവാ. ഇത് ഇങ്ങനെ നല്ല ഇത് ഇത് ഈ അറ്റം വരണം. അവിടെ അല്ല എല്ലാത്തിനും ഒരു ഡിസ്റ്റൻസ് സേഫ് ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാല് ഇതാക്കല്ലേ. ഇപ്പൊ സെറ്റാവും. അങ്ങനല്ല അറ്റ് എ ടൈം ഓട്ട മത്സരം പോലെയാണ്. ഓക്കെ ഇപ്പൊ കറക്റ്റ് കേട്ടോ. അടക്കായില്ല ഇതും കൂടി കത്തിച്ചേട്ടാ. സൽമാൻ ഇടക്കിടക്ക് വന്ന് സ്കില്ലെടുക്കും, കജ്ജ് പൊളിച്ചു പോകും. റെഡി. ഇപ്പൊ കൗണ്ട് ഡൗൺ കൊടുക്കേ. ഇപ്പൊ ഇവിടെ അതല്ല ഇതില്ലേ ഇത് സൽമാന്റെ ഫോണുമ്പോ തട്ടിയാണ്ട് കാറ്റ് അങ്ങോട്ട് വന്നാണ്ട് ഇത് ഫുള്ള് ഇതൊരു ഹെൽപ്പ് ആവാൻ സാധ്യതയുണ്ട് സൽമാൻ. ഉപേദിക്ക തുപ്പലൊക്കെ പാടെ ഉപേദിക്ക ആകെ ടേബിളിന് കൂടെ തുപ്പണ നിറച്ചു. ഉപേദിക്ക അത് തോറ്റിട്ടോ ഡിസ്ക്വാളിഫൈ. ആകെ ടേബിളിന് കൂടെ തുപ്പി ആകെ മൊത്തം തുപ്പി തോൽപ്പിച്ചു. അടുത്തതായി ഇനി ആർക്കെങ്കിലും മുട്ടാൻ തരാനുണ്ടോ? എനിക്കിനി സൽമാനിന് എതിരില്ല പറഞ്ഞെടുക്കാണ്. സൽമാന്റെ ഊത്തിന്റെ അത്ര തമ്മിൽ ആരും ഊതണില്ല. അതുകൊണ്ട് സൽമാൻ എതിരില്ലാത്തൊരു മത്സരം സൽമാൻ ഒറ്റയ്ക്ക് ജയിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു. സൽമാൻ കപ്പടിച്ചു കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ വരൂലെന്ന് പറഞ്ഞ അസറ് വന്നു കേട്ടോ. വന്നു. ഊഹിക്ക ആരയിക്കാരെന്നില്ല നിങ്ങൾ ഊഹിക്ക. പായത്തിൽ കണ്ട മനസ്സിലാവും. ഫുഡ് കഴിഞ്ഞെന്ന് പറഞ്ഞാണ്ട് കണ്ടറിഞ്ഞാണ്ട് 3 റോബസ്റ്റ് പായം എടുത്ത് വന്നു. 3 റോബസ്റ്റ് പായം എടുത്ത് വന്നു. മനസ്സിലായി. 30 രൂപയ്ക്ക് 4 റോബസ്റ്റ് വാങ്ങി. അതും ഈ ചെങ്ങായി അതും വന്നു. റോബസ്റ്റും തൊലിച്ചു. 2 മണിക്കൂർ ഉറങ്ങിട്ടോ. ഫുഡ് ഉണ്ടാക്കിയത് ഉറങ്ങി നീറ്റ് ആകെ ടെൻഷൻ. എടാ ആ മീനെന്തായി ആയിക്കോട്ടെ. ഓക്കെ ഗായ്സ് അപ്പൊ വീഡിയോ വൈൻഡപ്പ് ഗായ്സ്. ഓക്കെ അപ്പോ പ്രത്യേകിച്ചൊന്നും പറയല്ല. വ്ളോഗ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. സബ്സ്ക്രൈബ് കമന്റ് ബൈ. ഓക്കെ ബൈ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് സ്റ്റേഡിയത്തിൽ നിന്ന് നൈസായിട്ട് സ്ക്യൂട്ടായി. ഇപ്പോൾ സമയം ഏകദേശം 3:30 മണിയായി. പരീക്ഷ നജ്മക്ക് നാളെ കോളേജ് ഉണ്ട്. അപ്പോൾ ആ റീസൺ കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഈ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വ്ളോഗ് കണ്ട എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എന്താ പറയുക ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കാം. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ട് വരും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.